നമ്മൾ നടക്കില്ല എന്ന് കരുതിയ പല കാര്യങ്ങളും ഏതെങ്കിലും വിധത്തിൽ അതൊക്കെ നടക്കുന്നത് നിങ്ങൾക്ക് കാണാം. അതെങ്ങനെ നടക്കുന്നു ഏതെന്നൊക്കെ ഒരു വഴിയേ ഉള്ളൂ. എന്താ വഴി? അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു വിഷമവും വേണ്ട. മക്കളെ കല്യാണം നടന്നില്ല, അവരെ ഒന്നും വേണ്ട. എന്തൊരു ഭാഗ്യം ചെയ്തവരെ നോക്കി. ഇതിനും വലിയ ലോട്ടറി വേണോ നിങ്ങൾക്കിനി? ഇപ്പൊ രണ്ട് കാര്യങ്ങൾ നമുക്ക് വേണം. വരുന്നതിനെ നേരിടാനുള്ള കരുത്തും വേണം, ഇനി നല്ലത് വരാനുള്ള കർമ്മവും ചെയ്യണം. അതിൻ്റെ പേരാണ് സത്കർമ്മങ്ങൾ. നമ്മളാലാവുന്ന വിധത്തിൽ നല്ലതെല്ലാം ചെയ്തുകൊണ്ടിരുന്നാൽ, അതിനാണ് ഈ കൂട്ടായ നാമജപങ്ങളും ഒക്കെ നിങ്ങൾ ചെയ്യുമ്പോഴല്ലോ ഈ കർമ്മത്തിൻ്റെ ഏറ്റവും വലിയൊരു ശക്തി. അത് നിങ്ങൾക്ക് തന്നെയാണ് അതിൻ്റെ ഗുണങ്ങൾ കിട്ടുന്നത്. അതാണ് ഭഗവാൻ നമുക്കൊരു വഴിയായി, മുന്നിലേക്കുള്ള വഴിയായി, വെളിച്ചമായി കാണിക്കുന്നത്. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? മനസ്സിലാവുണ്ടോ? ഈ കർമ്മത്തിന്, നല്ല കർമ്മത്തിന് അതിൻ്റെതായ ഒരു ശക്തി, അതിൻ്റെതായ ഒരു അനുഗ്രഹം എപ്പോഴും നമ്മുടെ കൂടെ, എല്ലാവരുടെ കൂടെയുണ്ട്. എല്ലാവരുടെ കൂടെയും. നമ്മൾ നടക്കില്ല എന്ന് കരുതിയ പല കാര്യങ്ങളും ഏതെങ്കിലും വിധത്തിൽ അതൊക്കെ നടക്കുന്നത് നിങ്ങൾക്ക് കാണാം. അതെങ്ങനെ നടക്കുന്നു ഏതെന്നൊക്കെ ചോദിക്കരുത്. ആരെങ്കിലും അതിനൊക്കെ ഒരു നിമിത്തമായി അതെങ്ങനെ സംഭവിക്കും. മനസ്സിലാവുണ്ടല്ലോ? അതങ്ങനെ സംഭവിക്കുകയാണ്. എങ്ങനെ സംഭവിക്കണോ എനിക്കറിയില്ല, സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് നല്ല കാര്യത്തിൽ മുഴുകും തോറും എല്ലാം നല്ലതായി നടക്കും. നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ചിലർ പറയും ഒന്നും നടക്കണില്ല. അതെന്തുകൊണ്ടാണ്? നല്ലതിലൊന്നും നമ്മൾ അങ്ങോട്ട് ചേരുന്നില്ല. നല്ലതിൽ ചേർന്ന് നോക്കൂ നിങ്ങൾ. നല്ലതിൽ ചേരുമ്പോൾ അതൊക്കെ നടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് നല്ല അനുഭവമുണ്ട്, ഉറപ്പുണ്ട്, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ഞാൻ അത് അത്ര ഉറപ്പിച്ച് പറയുന്നത്. നല്ലതിൽ ചേർന്നാൽ ഒരുപക്ഷെ നടക്കേണ്ടതായ കാര്യങ്ങൾ നടന്നിരിക്കും, നടന്നേ പറ്റുള്ളൂ. അത് നടത്താൻ കാലം അതിനൊരു സംവിധാനം പുറകെ പറയൂ ഒരുക്കിയിട്ടുണ്ടാവും, എങ്ങനെയെങ്കിലും ഏതെങ്കിലും വിധത്തിൽ. മനസ്സിലായില്ലേ? അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു വിഷമവും വേണ്ട. മക്കളെ കല്യാണം നടന്നില്ല, അവരെ ഒന്നും വേണ്ട. നിങ്ങൾ അങ്ങോട്ട് ഭഗവാനിലേക്ക് അങ്ങോട്ട് മനസ്സ് വിട്ടുകൊടുത്താൽ ഭഗവാൻ തന്നെ അതിനൊരു ഉറക്കെ പറയൂ വഴി കാണിച്ചു തരും. ഞാൻ സത്യത്തിൽ എൻ്റെ ഒരു അനുഭവം പറയണം. ഞാൻ കുംഭമേളയ്ക്ക് എനിക്ക് പോകാൻ പറ്റുന്നുള്ളൊരു അവസ്ഥ ഉണ്ടായിരുന്നില്ല. കാരണം സോ ഹെക്ടിക്. ഒരു സപ്താഹം കഴിഞ്ഞു നോ ഒരു ഡേറ്റ് പോലും എനിക്ക് ഫ്രീ ഇല്ല. ഇത് തുടങ്ങുന്നതിന് മകരസംക്രാന്തി ദിവസമാണ്. അന്ന് ഞാൻ മാവേലിക്കര സപ്താഹത്തിലാണ്. അത് കഴിഞ്ഞ് എൻ്റെ നെക്സ്റ്റ് ഡേ അപ്പോഴേക്കും മള്ളിയൂരിൽ പോവാതിരിക്കാൻ പറ്റില്ല. അവിടെ എല്ലാ വർഷത്തെ പ്രോഗ്രാമാണ്, കമ്മിറ്റഡ് ആണ്. അതിൻ്റെ നെക്സ്റ്റ് ഡേ അടുത്ത സപ്താഹം തുടങ്ങുകയാണ്. പിന്നെ ചെന്നൈയിൽ, ഞാൻ ഇങ്ങോട്ട് വരുന്നതിൻ്റെ തലേ ദിവസം വരെ ചെന്നൈയിൽ സപ്താഹമായിരുന്നു. ഒരു ഫ്രീഡവും ഇല്ല. അപ്പം ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞാൽ നിങ്ങളുടെ നാളത്തെ മറ്റന്നാൾ പ്രോഗ്രാം കഴിഞ്ഞാൽ എനിക്ക് ഡൽഹിയിലാണ് പ്രോഗ്രാം. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പുണ്ട്. അപ്പോൾ ഒരാൾ വന്നിട്ട് എന്നോട് പറഞ്ഞു, സ്വാമിജി നമുക്ക് കുംഭമേളയ്ക്ക് എങ്ങനെയെങ്കിലും പോകണം, സ്വാമിജി എന്നെ കൊണ്ടുപോകണം. ഞാൻ പറഞ്ഞു എനിക്ക് പോകാൻ പറ്റില്ലല്ലോ. അദ്ദേഹം പറഞ്ഞു അതൊന്നും അറിയണ്ട, എപ്പോഴാണ് ഡൽഹിയിൽ പ്രോഗ്രാം, ഇന്ന സമയത്ത് അവിടെ സ്വാമിജി പ്രോഗ്രാമിന് എത്തിയിരിക്കും, അതിനു മുമ്പ് നമ്മൾ കുംഭമേളയിൽ കുളിച്ചിരിക്കും. അതിനുള്ള വ്യവസ്ഥകളൊക്കെ ചെയ്തു വെച്ചിരിക്കുകയാണ്. എല്ലാം വ്യവസ്ഥകൾ ചെയ്തിരിക്കുകയാണ്. മനസ്സിലായില്ലേ? അതെങ്ങനെ ഏതെന്നൊക്കെ ചോദിച്ചാൽ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കണില്ല. അപ്പം അവിടെ മുങ്ങണം എന്നൊരു നിയോഗം ഉണ്ടെങ്കിൽ അതിന് ഭഗവാൻ ഒരു വ്യവസ്ഥ ചെയ്തിരിക്കും. അതിന് ആരെങ്കിലും നിയോഗിച്ചിരിക്കും. അത് ഉറപ്പുള്ളൊരു കാര്യമാണത്. മനസ്സിലായില്ലേ? ഇതൊരു സംശയമില്ല, ഇതൊരു സത്യമായ കാര്യമാണ്. അപ്പം അത് എൻ്റെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാവരുടെ കാര്യത്തിലും. അപ്പം നല്ല കർമ്മങ്ങളിൽ മുഴുകുമ്പോൾ നടക്കേണ്ടതുണ്ടെങ്കിൽ എല്ലാം പറയൂ. അതുകൊണ്ട് ഒരു കാര്യം നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്, ചിന്തയുണ്ടാകരുതമേ ചിന്തയാകുന്നു കാര്യവിനാശിനി. അനാവശ്യമായി ഒന്നിനെക്കുറിച്ചും അവർക്ക് പറയൂ. ഇതാരോട് പറഞ്ഞു? സുഗ്രീവൻ രാമനോട് പറയണം, അവതാരമൂർത്തിയെ രാമനോട്. രാമൻ ചോദിക്കുകയാണ് എങ്ങനെയാ കടൽ കടക്കാന്ന്. വെറുതെ ചിന്തിക്കണ്ട, ഇരുന്നെന്തെങ്കിലും ഭജിക്കൂ, ജപിക്കൂ. രാമനോട് വ്രതമനുഷ്ഠിക്കാൻ പറയാൻ. അപ്പോഴാണ് വരുണൻ പ്രത്യക്ഷപ്പെടുന്നത്, വരുണൻ വഴി കാണിക്കുന്നത്. ഇങ്ങനെയൊക്കെ പോണം, നളനെ കൊണ്ട് പാലം കെട്ടണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതുപോലെ ജീവിതത്തിൽ മുന്നോട്ട് പോവാനുള്ള എല്ലാ വഴികളും ഭഗവാൻ ഒരുക്കിയിട്ടുണ്ടാവും.
അതിന് സാധിക്കട്ടെ. അതിന് നല്ല കർമ്മങ്ങളുടെ പ്രതീകമാണ് ഇത് ഗദ. ഇനി താമരയാണെങ്കിലോ അത് സമചിത്തതയുടെ പ്രതീകമാണ്. എല്ലാ തരത്തിലുള്ള അഴുക്കുകളിൽ, ചളിയിൽ അങ്ങനെ വളരുന്ന താമരയിൽ ഒരു ചളിയും വെള്ളവും ഒട്ടിപ്പിടിക്കാത്ത പോലെ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ആ ചളിത്തട്ടിലിരിക്കുന്ന മനസ്സിനെ അതൊന്നും ബാധിക്കാതിരിക്കണമെങ്കിൽ താമരയുടെ കാര്യത്തിൽ അതിലൊരു എണ്ണമയമുള്ളത് കൊണ്ടാണ് അതിൽ വെള്ളമൊന്നും ഒട്ടിപ്പിടിക്കാത്തത്. നമ്മുടെ മനസ്സിൽ ദുഃഖങ്ങളും വിഷമങ്ങളും അസ്വസ്ഥതകളും ഒട്ടിപ്പിടിക്കുന്നതിന് കാരണം നമ്മുടെ മനസ്സ് സ്പോഞ്ചായിപ്പോയി. വേണ്ടാത്തതൊക്കെ കയറിയത് പിടിക്കും. അതുകൊണ്ട് രാമകൃഷ്ണ പരമഹംസർ പറയും, നമ്മളുണ്ടല്ലോ ചക്ക മുറിക്കുമ്പോൾ കത്തിയുടെ മുകളിൽ എണ്ണ പുരട്ടിക്കൊള്ളണം. അല്ലെങ്കിൽ ചേന മുറിക്കുന്ന സമയത്ത് കയ്യിലൊക്കെ എണ്ണ പുരട്ടിയില്ലെങ്കിൽ മുറിച്ചു നോക്കൂ, എന്നിട്ട് മുഖം ഒന്ന് തുടച്ചു നോക്കൂ, ബാക്കി എന്താ സംഭവിക്കുക ഞാൻ പറയണ്ടല്ലോ. അപ്പൊ നിങ്ങൾക്കറിയാം അത് ചൊറിയുന്ന സ്വഭാവമാണ്. അപ്പൊ അതുകൊണ്ട് കയ്യിൽ വെളിച്ചെണ്ണയൊക്കെ പുരട്ടിയാൽ അതൊരിക്കലും ചൊറിച്ചിലുണ്ടാക്കാത്ത പോലെ, ചക്കയാണെങ്കിൽ ഒട്ടലുണ്ടാക്കാത്തതുപോലെ നാമമാകുന്ന എണ്ണ കൊണ്ട് മനസ്സ് നല്ലവണ്ണം പുരട്ടി വെച്ചാൽ ചളിയൊന്നും അതിൽ പറ്റില്ല. അപ്പൊ ചളി പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം വേണ്ടത്ര എണ്ണ തേച്ചിട്ടില്ല എന്നർത്ഥം. എണ്ണ തേച്ചിട്ടുണ്ടോ ചളി പറ്റില്ല. എണ്ണ തേച്ചിട്ടില്ലേ എന്തേ ഉണ്ടാവുള്ളൂ? ചളിയേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇത് ഈ എണ്ണ പുരട്ടൽ അത്ര എളുപ്പമല്ല. മനസ്സിൽ എണ്ണ പുരട്ടുക എന്നൊക്കെ പറയാനൊക്കെ ഇത്തിരി എളുപ്പമാണ്. ശരീരത്തിൽ എണ്ണ പുരട്ടുന്ന പോലെ അല്ല മനസ്സിൽ. ആണോ? പുരട്ടാത്തോണ്ടല്ല, പിടിച്ചു നിൽക്കണില്ല അവിടെ. എന്താ ചെയ്യുക? കുറേ മെനക്കെട്ട് നോക്കുന്നുണ്ട് നമ്മളൊക്കെ. പക്ഷെ പണ്ടത്തെ തുരുമ്പ് അവിടെ ഒരുപാട് കിടക്കണമുണ്ട്. ഈ എണ്ണ കയറി അങ്ങോട്ട് എന്താ ഒന്നും മിണ്ടാത്തത്? എണ്ണ കയറി പിടിക്കുന്നില്ല. പക്ഷെ ഒറ്റ കാര്യം ചെയ്യാനുള്ളൂ, വീണ്ടും വീണ്ടും പുരട്ടിക്കൊണ്ടേയിരുന്നാൽ ക്രമേണ ഈ തേപ്പ് പണിക്കാരുണ്ടല്ലോ, ഒറ്റയടിക്ക് തേച്ച് ഫിനിഷ് ചെയ്യാൻ പറ്റില്ല. ആദ്യം അവരൊന്ന് റഫൊക്കെ ചെയ്ത് പിന്നെ അതിനെ സ്മൂത്താക്കി പിന്നെ പുട്ടിയിട്ട് അങ്ങനെയല്ലേ ഓരോ പ്രക്രിയയിലൂടെയാണ് അവര് ആ ഒരു വീടിനെ നല്ല പെർഫെക്റ്റ് ആക്കി തരിക. ആണോ? ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റില്ല. ഇതുപോലെയാണ് മനസ്സിനെ ഒറ്റയടിക്ക് നമുക്ക് സ്ട്രോങ് ആക്കാൻ പറ്റില്ല. അനസ്യൂതമായ നിരന്തരമായ ഒരു പരിശ്രമം കൊണ്ട് മാത്രം മനസ്സിനെ നമുക്ക് പടിപടിയായി ഉയർത്താം. അതാണ് താമര, വെള്ളത്തിൽ നിന്നും ഉയർന്നു നിൽക്കുന്ന താമര ഭഗവാൻ കയ്യിൽ വെച്ചിരിക്കുന്നത്. മനസ്സിന്റെ പ്രതീകമാണ്, സമചിത്തമായ മനസ്സിന്റെ പ്രതീകമാണ് ഇത്. സമചിത്തമായ മനസ്സിന്റെ പ്രതീകമാണ് താമര. താമര കൂമ്പി അടഞ്ഞ താമരയല്ല. എങ്ങനെയുള്ള താമരയാണ്? എങ്ങനെയുള്ളതാണ്? വിടർന്ന താമര. ആ വിടർന്ന താമരയിലേക്ക് വെള്ളം വീണാലും താഴെയുള്ള ചളിയും അതിൽ പറ്റുന്നില്ല, മോളിൽ നിന്ന് വെള്ളം വീണാലും അതിൽ ഒട്ടി നിൽക്കുന്നില്ല. ഇതുപോലെ ജീവിതത്തിൽ അനുകൂലവും പ്രതികൂലവും ഒന്നും മനസ്സിനെ തളർത്താനോ അലട്ടാനോ അനുവദിക്കരുത്. അവസാനത്തതാണ് ഭഗവാന്റെ കയ്യിലുള്ള സുദർശന ചക്രം. ശരിക്കും പറഞ്ഞാൽ ഓൾഡ് ചിത്രങ്ങൾ, പഴയ ചിത്രത്തില് ഭഗവാന്റെ സുദർശന ചക്രം ചൂണ്ടുവിരലിലായിരുന്നു, പഴയ കാലത്തെ ചിത്രത്തില്. ഇപ്പോഴാണിത് സ്പോർട്സിൽ പങ്കെടുത്ത ചിത്രമായതുകൊണ്ട് ഇത് ഒളിമ്പിക്സ് ചിത്രം പോലെ. ശരിക്കും പറഞ്ഞാൽ ഭഗവാന്റെ കയ്യിലല്ല ചക്രം. ഭഗവാന്റെ എവിടെയാണ്? ഇപ്പോഴത്തെ ചിത്രങ്ങളൊക്കെ നോക്കൂ നിങ്ങൾ. ഇപ്പം ഭഗവാൻ എങ്ങനെ ചക്രം പിടിച്ചിരിക്കുന്നത്? ഇവിടെ ഉണ്ടോ? കണ്ടില്ലേ? ഡിസ്ക് എറിയുന്ന പോലെയാണിത്. ഇത് എങ്ങനെ കലാകാരനൊരു അബദ്ധം പറ്റിയതാണ്. ശരിക്കും ഇങ്ങനെ ഡിസ്ക് പിടിച്ചിരിക്കുന്ന പോലെയല്ല ചക്രം, അത് ചൂണ്ടുവിരലിലാണ്. കാരണം അതിൻ്റെ ഒരു അർത്ഥം അറിയാത്ത ഒരാൾ വരച്ച ചിത്രമായിരിക്കണം അത്. കാരണം ആ ചക്രത്തിന്റെ പേര് സുദർശനം എന്നാണ്. ഏതാണ്? സുദർശനം. അതെന്തിനാ ചൂണ്ടുവിരലിലിട്ടത്? ചൂണ്ടുവിരൽ അഹത്തിന്റെ പ്രതീകമാണ്. ഇതിന്റെ അഹം 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 അഹം. എപ്പോഴും ഞാനെന്ന ഭാവം ഉയർന്നു വരുമ്പോൾ നമ്മൾ ഉയർത്തുന്ന വിരൽ ഏത് വിരലാ ഉയർത്തുക?
ഇന്ന് വരെ ആരും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഏത് വരലാണ്? ഈ ചൂണ്ട് വരലാണ്. ഇത് അഹം. ഈ അഹത്തിനെയാണ് നമുക്ക് സുദർശനമാക്കേണ്ടത്. ഇപ്പോഴത്തതോ കുദർശനമാണ്. ഇപ്പോഴത്തെ ദർശനം വേണ്ടാത്തതാണ് കാണുന്നത്. എല്ലാറ്റിലും ദൈവീകത കാണാൻ സാധിക്കണമെങ്കിൽ അവനവനിൽ ആദ്യം ആരെ കാണണം? ദൈവീകത കാണുക. തന്നിൽ വിഷ്ണുവിനെ കണ്ടാൽ സർവ്വതിലും വിഷ്ണുമയം ജഗത്. ജലേ വിഷ്ണു സ്ഥലേ വിഷ്ണു വിഷ്ണുരാകാശമുച്യതേ സ്ഥാവരം ജംഗമം വിഷ്ണു സർവം വിഷ്ണുമയം ജഗത്. രാമകൃഷ്ണ പരമഹംസർ പറയും, ഒരു ചെമ്പിൽ പാത്രത്തിലെ ഒരു വറ്റു വെന്താൽ ഉറപ്പിച്ചോളൂ എല്ലാവറ്റും വന്നിട്ടുണ്ടെന്ന്. ഇതുപോലെ ആരാണോ ആത്മനി കൃഷ്ണം പശ്യേത്, ആത്മനി തന്നിൽ കൃഷ്ണനെ കാണുന്നത്, അവർക്ക് സർവം കൃഷ്ണമയം എന്നാണ്. അവർക്കാരെ കാണാൻ പറ്റും? അവർക്കാരെ കാണാൻ പറ്റും? യാതൊന്നു കൺമതതു നാരായണ പ്രതിമ, യാതൊന്നു കേൾപ്പതതു നാരായണ ശ്രുതികൾ, യാതൊന്നു ചെയ്വതതു നാരായണാർച്ചനകൾ, യാതൊന്നതൊക്കെ ഹരി നാരായണായ നമ. നമാമി നാരായണ പാദപങ്കജം, കരോമി നാരായണ പൂജനം സദാം, വദാമി നാരായണ നാമനിർമ്മലം, സ്മരാമി നാരായണ തത്വമവ്യയം. അങ്ങനെ തന്നിൽ നാരായണ ശക്തി കണ്ടാൽ സർവ്വതിലും ആരെ കാണാം? ആരെ കാണാം? നാരായണനെ കാണാം. അപ്പൊ തന്നിൽ കാണുന്നതാണ് ഏറ്റവും വലിയൊരു കാര്യം. അതാണ് സുദർശനം, ഏറ്റവും വലിയ ദർശനം. ഇപ്പം നിങ്ങളിൽ കൃഷ്ണനെ കാണുന്നുണ്ടെങ്കിൽ സുദർശനായി. നിങ്ങളിൽ കാണുന്നത് ദുഃഖിയായിട്ടുള്ള ഒരുപാട് പരാതി, ആവലാതി, എന്താണ്, കുറെ കംപ്ലൈന്റുകളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉള്ള ഒരാളെയാണ് നിങ്ങളിൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സുദർശനല്ല കാണുന്നത്. ഏത് ദർശനമാണത്? കുദർശനം. ഏതാണ്? എല്ലാം കേരളത്തിൻ്റെ ഒക്കെ കെ വെച്ചിട്ടല്ലേ? ഇനിയിപ്പം അതിൻ്റെ ഒരു കുറവ് കൂടിയുള്ളൂ നമുക്ക്. അപ്പൊ കേരളത്തിനൊക്കെ കെ വെച്ചിട്ടല്ലേ? കേരളയില് മറ്റേ എല്ലാം. ഇതുപോലെ നമ്മളിൽ ഏത് കാണരുത്? കുദർശനം ഉണ്ടാവാൻ. ഏത് ദർശനം വേണം? ഏത് ദർശനം വേണം? അതിനെന്ത് വേണം? ഞാനെന്ന ഭാവമതു തോന്നായിക വേണമിക തോന്നുന്നതാകിലകിലം, ഞാനിതെന്ന വഴി തോന്നേണമേ ഭരത നാരായണായ നമ. തന്നെ നാമത്തിലേക്ക് അർപ്പിച്ച് നാരായണായേതി സമർപ്പയാമി. അപ്പൊ ആരെ കാണാം? ഒരു പുഴ എപ്പോഴാ കടലിനെ കാണാ? ഒരു പുഴ എപ്പോഴാ കടലിനെ കാണാ? ആ പുഴ കടലിലേക്ക് തന്നെ ചേർക്കുമ്പോഴാണ്. അപ്പൊ നമ്മളെപ്പോഴാ ഭഗവാനെ കാണാ? നമ്മളങ്ങോട്ട് ഭഗവാന്റെ നാമത്തിലേക്ക് നമ്മളെ അർപ്പിക്കണം, ലയിപ്പിക്കണം, ചേർക്കണം. മനസ്സിലായില്ലേ? ഇപ്പൊ നമ്മൾ ഈ ചില സാധനങ്ങളൊക്കെ അരയ്ക്കുമ്പോൾ, പ്രത്യേകിച്ച് മഞ്ഞൾ പോലുള്ള സാധനങ്ങളൊക്കെ പെട്ടെന്ന് അരഞ്ഞു കിട്ടുമോ? പെട്ടെന്ന് അറിയോ? അരച്ച് ഉടച്ച് അവസാനം അതങ്ങനെ പേസ്റ്റ് പോലെ ആക്കുന്ന പോലെ നാമവും മനസ്സും തമ്മിലൊരു പേസ്റ്റായിട്ട് മാറേണ്ടതുണ്ട്. അതെപ്പോഴും ഓർത്തോളൂ. ഭഗവാനെ മനസ്സ് കാണിച്ചു തരുന്നത് മനസ്സ് നാമത്തിൽ അലിയുന്ന നിമിഷത്തിലാണ്. മനസ്സ് നാമത്തിൽ അലിയാത്തോടെ കാലം മനസ്സിന് ആരെ കാണിച്ചു തരാൻ പറ്റില്ല? ആരെ കാണിച്ചു തരാൻ പറ്റില്ല? ഗീതയിൽ 7-ാം അധ്യായത്തില് 25-ാം ശ്ലോകത്തില് കൃഷ്ണൻ പറയുന്നുണ്ട്, എനിക്കെല്ലാവർക്കും ദർശനം കൊടുക്കണം എന്നുണ്ട്. പക്ഷെ എന്താ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാ പറ്റാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാഹം പ്രകാശ
7:25 നാഹം എന്താ ശ്ലോകം? പ്രകാശ സർവസ്യ യോഗമായ സമാവൃത മൂഢോയം നാഭിജാനാതി ലോകോ മാം അജം അവ്യം നാഹം പ്രകാശ സർവസ്യ. എല്ലാവരിലും ഞാൻ ഉണ്ട്, പ്രകാശമുണ്ട്. പക്ഷെ എല്ലാവർക്കും ഞാൻ അങ്ങോട്ട് പ്രകാശിക്കുന്നില്ല. കാരണം എന്താണ്? യോഗമായ, എല്ലാവരുടെ ഉള്ളിലും ഈ വേണ്ടാത്ത ചിന്തകളുടെ ഒരു മായ മൂടിക്കിടക്കുകയാണ്, മൂടൽ കിടക്കുകയാണ്. കാർമേഘം നിറഞ്ഞു വന്നാൽ സൂര്യനെ നമുക്ക് ഒരിക്കലും കാണാൻ പറ്റാത്തത് പോലെ നമ്മുടെ ഉള്ളിൽ ആവശ്യമില്ലാത്ത ചിന്തകൾ അങ്ങനെ വരുമ്പോൾ ആ ദൈവീകമായൊരു ദർശനം നമുക്ക് നഷ്ടപ്പെട്ടു പോകണം. ആ ദൈവീകമായൊരു ദർശനം നമുക്ക് നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ അതിനെന്ത് വേണം? ഈ മനസ്സിന്റെ മായ നീക്കണം. അതിനെങ്ങനെയാ മായ നീങ്ങുക? എങ്ങനെയാ മായ നീക്കാൻ പറ്റുക? മായ എന്ന് പറഞ്ഞാൽ എന്താണ്? വാസന. മായ എന്ന് പറഞ്ഞാൽ എന്താണ്? വാസന. വാസനയുടെ സ്വഭാവം എന്താണ്? ഉള്ളിലുള്ള ഭഗവാനെ മറക്കുക, വേണ്ടാത്ത ദുരിതങ്ങളും ദുഃഖങ്ങളും വേണ്ടാധീനങ്ങളും ഒക്കെ കാണിച്ചു തരും. വേണ്ടാത്ത ഒക്കെ നമുക്ക് കാണിച്ചു തരും. ആരെ കാണിച്ചു തരില്ല? ആരെ കാണിച്ചു തരില്ല? സിനിമ കാണാറില്ലേ നിങ്ങള്? സിനിമ കാണാറില്ലേ? സിനിമ സ്ക്രീനിലാണ് വരുന്നത് അല്ലേ? പക്ഷെ സിനിമ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതൊരു സ്ക്രീനിലാണ് വരുന്നതെന്ന് നിങ്ങൾ മമ്മൂട്ടിയുടെയും മോഹൻലാലിയും കൂടെ പോയി. എന്നാൽ ഈ മമ്മൂട്ടി മോഹൻലാലൊക്കെ എവിടെയാ വരുന്നത്? പറയൂ. ഒരു സ്ക്രീനിലാണ്. ആണോ? അതൊരു സ്ക്രീനിലാണ് സംഭവിക്കുന്നതെന്ന് ആ കഥയിൽ മുഴുകുമ്പോൾ നിങ്ങൾ വല്ലതും അറിയണ്ടോ? പിന്നെ നിങ്ങൾ എന്താ കാണറിയും എന്നൊക്കെ പറഞ്ഞ് ഓരോ സങ്കടമുള്ള കഥകളൊക്കെ ആണെങ്കിൽ നിങ്ങൾ കടന്ന് മൂക്കൊക്കെ വലിച്ച്, ആണോ? ചിലരാണെങ്കിൽ കണ്ണുനീരൊക്കെ ഒപ്പും, സങ്കടമൊക്കെ ആവും. ആണോ? എന്തോ ഒന്നും മിണ്ടാത്ത നിങ്ങൾ, ആണോ അല്ലയോ? അപ്പൊ ഇതൊരു സ്ക്രീനിൽ നടക്കുന്ന വിവരം നമ്മൾക്ക് അറിയാം. പക്ഷെ നമ്മൾ ആ കഥയിലേക്ക് മുഴുകുമ്പോൾ അതെല്ലാം മറന്നു പോകുന്ന പോലെ ഇവിടെയും അത് തന്നെയാണ് സംഭവിക്കുന്നത്. ഈ മായ ഉള്ളിലുള്ള ഭഗവാന്റെ വെളിച്ചത്തെ മറപ്പിക്കും. വേണ്ടാത്ത ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ അങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്യും. അതുകൊണ്ട് മായയെക്കുറിച്ച് പറയുമ്പോൾ പറയും, രാമായണത്തിൽ പറയും, ആവരണ വിക്ഷേപം രണ്ടുണ്ടല്ലോ. ഒന്ന് സത്യത്തെ മറയ്ക്കുക, രണ്ട് വേണ്ടാത്ത ദുരിതങ്ങളെ പ്രൊജക്റ്റ് ചെയ്യുന്ന സ്വഭാവം ആർക്കുണ്ട്? മായയ്ക്കുണ്ട്. അപ്പൊ ഈ മായയിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താ വഴി? ഒരു വഴിയേ ഉള്ളൂ. എന്താ വഴി? ജപിച്ച് 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 മനസ്സിനെ ഒരു പരുവത്തിലാക്കണം. അങ്ങനെ മനസ്സ് അവസാനം നാമത്തിലേക്ക് മുഴുകുമ്പോൾ കുറെ കഴിഞ്ഞാൽ ഉള്ളിലുള്ള ഭഗവാനെ അതേ മനസ്സ് തന്നെ കാണിച്ചു തരും. മനസ്സിലായില്ലേ? മനസ്സിന് ഭഗവാനെ ഉള്ളിൽ കാണിച്ചു തരാൻ സാധിക്കും. ഇത് ഓർത്തോളൂ നിങ്ങൾ. നമ്മളൊക്കെ യോഗ്യരാണ്. ആരെ കാണാൻ? ആരെ കാണാൻ? അത് ആരാ കാണിച്ചു തരിക? കണ്ണല്ല കാണിച്ചു തരിക. ആരാ കാണിച്ചു തരിക? മനസ്സ് കാണിച്ചു തരും. മനസ്സ് കാണിച്ചു തരും. പക്ഷെ ആ മനസ്സ് അത് കാണിച്ചു തരണമെങ്കിൽ അത്രയും മനസ്സിന് ഭഗവാനെ കാണിച്ചു തരാനുള്ള ആ കഴിവുണ്ടാവണമെങ്കിൽ അത്രയും നാമത്തിലേക്ക് അതിനെ കൊണ്ടുപോകണം. ഈ പണി നിങ്ങൾ എടുക്കാൻ തയ്യാറുണ്ടോ? ഭഗവാനെ കാണാൻ നിങ്ങൾ യോഗ്യരാണ്. പലരും എന്ത് ചെയ്യും? പണിയെടുക്കാൻ നോക്കുകൂലിക്കാരാണ് പലരും. പണിയെടുക്കാതെ കൂലി വേണം. അതല്ലേ കേരളത്തിന്റെ പ്രത്യേകത? പണിയെടുക്കില്ല, പക്ഷേ എന്ത് വേണം? നോക്കുകൂലി വേണം. എന്ന് പറഞ്ഞ പോലെ നമ്മൾ ആരും മെനക്കെടാൻ തയ്യാറില്ല. കാലത്തെണീക്കണം, നാമം ജപിക്കണം, ഒക്കെ മെനക്കെട്ട് 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 പോയാൽ ഈ ജന്മം ഇഹൈവ ഇവിടെ തന്നെ പ്രാക്ശരീര വിമോക്ഷണാൽ, ശരീരം ഉപേക്ഷിക്കുന്നതിന് മുമ്പ് തന്നെ ദൃഷ്ടും. ആരെ കാണാൻ പറ്റും? കാണണം താല്പര്യമുണ്ടോ? ആർക്കുണ്ട് താല്പര്യം? താല്പര്യമുണ്ടോ? ശരിക്കും വേണ്ട സ്വാമി, ഞങ്ങൾ ഗുരുവായൂർ പോയി കണ്ടോളാന്ന്. അതാർക്കും സാധിക്കും. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ കണ്ണിനു കണ്ണുമനമാകുന്ന കണ്ണതിന് പൊരുൾ മനസ്സിലായില്ലേ? യദൃശ്യതേ ശ്രൂയതേ വിവ അന്തർബഹിഷ്ഠത സർവം. അന്തർ ഉള്ളിൽ. എവിടെയാണ് യശോദാദേവിയോട് കൃഷ്ണനെ കാണാൻ പറയുന്നത് എന്നറിയോ? യശോദാദേവിയോട് കൃഷ്ണനെ കാണാൻ എവിടെയാ പറയുന്നത് അറിയോ? യശോദാദേവിയോട്. അതായത് കൃഷ്ണൻ 14 വർഷം
വൃന്ദാവനമൊക്കെ താമസിച്ച് പോയി. പിന്നീട് മധുരയ്ക്ക് പോയപ്പം യശോദാദേവിക്ക് ഭയങ്കര സങ്കടമായി. കാരണം വളർത്തിയ ഉണ്ണി പെട്ടെന്ന് അങ്ങോട്ട് പോയാൽ, കുട്ടി പോയാൽ ഏതമ്മയ്ക്കൊരു വിഷമം ഉണ്ടാവില്ലേ? ഉണ്ടാവൂ. പ്രത്യേകിച്ച് അമ്മമാർക്ക് കുറച്ചുകൂടി മക്കളോടൊരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് വളരെ കൂടുതലാണ്. അപ്പൊ കാരണം അവർ നൊന്ത് പ്രസവിച്ച പാല് കൊടുത്ത് വളർത്തിയതാണ്. ആ രക്തവുമായിട്ട് അത്രയും ഒരു ബന്ധമുണ്ടാവും. പക്ഷെ കൃഷ്ണൻ അവിടുന്ന് പോയതിന് ശേഷം പിന്നീട് കൃഷ്ണൻ അങ്ങോട്ട് അമ്മയെ കാണാൻ വന്നില്ലേ. അങ്ങനെയാണ് ഉദ്ധവരെ പറഞ്ഞയക്കുന്നത്. ആ ഉദ്ധവര് യശോദാദേവിയോട് പറയാണ്, നിങ്ങൾ രണ്ടുപേരും ഭാഗ്യം ചെയ്തവരാണ്, നിങ്ങൾ വളരെ ഭാഗ്യം ചെയ്തവരാണ്. പക്ഷെ ഇനി കൃഷ്ണനെ കാണേണ്ടത് എവിടെയാണ്? ദശമസ്കന്ധം 46-ാം അധ്യായത്തില്. ദശമസ്കന്ധം, അതിനാണ് ഈ ഭാഗവതമൊക്കെ എടുത്ത് പഠിക്കുന്നത്. ഇത് കൃഷ്ണൻ ഉപദേശിച്ചത് ഉദ്ധവര് പറഞ്ഞു കൊടുക്കുകയാണ്. കൃഷ്ണൻ പറഞ്ഞു കൊടുത്തത് 36-ാം ശ്ലോകത്തില്, 46-ൽ 36. മാഖിദ്യത മഹാഭാഗ, ഈ മഹാഭാഗ്യം ചെയ്തവരെ, മാഖിദ്യത, കൃഷ്ണൻ പോയി എന്ന് പറഞ്ഞിട്ട് ഖേദിച്ചിരിക്കരുത്. മാഖിദ്യത, കൃഷ്ണൻ ഞങ്ങളിൽ നിന്നൊക്കെ വിട്ടുപോയി, കൃഷ്ണൻ ഇനി ഇങ്ങോട്ട് വരുന്നില്ലല്ലോ, ഇത്ര കാലം കൃഷ്ണനെ എടുത്ത് വളർത്തിയില്ലേ എന്നൊന്നും പറഞ്ഞ് സങ്കടപ്പെട്ട് ഒരിക്കലും ഇരിക്കരുത്. മാഖിദ്യത മഹാഭാഗ ദ്രക്ഷ്യത കൃഷ്ണം അന്തികേ. ഇനി എവിടെയാ കൃഷ്ണനെ കാണേണ്ടത്? അന്തർഹൃദീ ഭൂതാനാം. മനസ്സിലാവില്ലേ? എവിടെ കാണാൻ പറയുന്നത്? എവിടെ കാണാൻ പറയുന്നത്? പുറത്താണോ കാണാൻ പറയുന്നത്? അന്തർഹൃദി. ഹൃദി പറഞ്ഞാൽ ഹൃദയത്തിൽ കൃഷ്ണനെ കാണാൻ പറയുക. അപ്പൊ ഒരുപക്ഷെ നമ്മുടെ മുന്നിൽ കൃഷ്ണൻ വന്നാൽ കൃഷ്ണൻ പറയുന്നത് എന്തായിരിക്കും? എവിടെ കാണാനാ പറയാ? എന്താ ഒന്നും മിണ്ടാത്തത് നിങ്ങള്? അപ്പം ഈ ജന്മം കൃഷ്ണനെ കാണാൻ ഭാഗ്യം നമുക്കുണ്ട്. ആ ഭാഗ്യം നമുക്ക് പൂർണ്ണമായി അനുഭവിക്കണമെങ്കിൽ മനസ്സിനെ അതിന് യോഗ്യതയുള്ളതാക്കി തീർക്കണം. ആ പണി ആരുടെ കയ്യിലാ? കൃഷ്ണന്റെ കയ്യിലോ? എളുപ്പമായ കാര്യങ്ങള്. അതാര് പണിയെടുക്കണം? നമ്മൾ പണിയെടുക്കണം. അപ്പൊ നോക്കൂ, ഇവിടെ പണിയെടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ, ഇവിടെ മെനക്കെടാൻ തയ്യാറുണ്ടെങ്കിൽ, ഇവിടെ സാധന ചെയ്യാൻ തയ്യാറുണ്ടെങ്കിൽ, ഈ ജന്മം ഉള്ളിൽ ആരെ കാണാം? എന്തൊരു ഭാഗ്യം ചെയ്തവരാ നോക്ക്. ഇതിനും വലിയ ലോട്ടറി വേണോ നിങ്ങൾക്കിനി? അഹോഭാഗ്യം, ഇതിൽ പരം ഭാഗ്യം വേണോ? അത്രയും ഭാഗ്യം നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പൊ ഈ ഒരു കാര്യം പറയാനൊക്കെ ഇത്തിരി എളുപ്പമാണ്. പക്ഷെ പണിയെടുക്കാൻ തുടങ്ങുമ്പോഴല്ലേ അറിയാം അത്ര എളുപ്പമൊന്നല്ല. കാരണം വലിയൊരു കാട്ടിൽ അകപ്പെട്ടു പോയല്ലോ. ആ കാട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് കിടക്കൽ അത്ര എളുപ്പമല്ല. അപ്പോഴാണ് ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് ഉള്ളിലുള്ള സകല ഏടാകൂടങ്ങളും നിങ്ങൾ കാണാൻ തുടങ്ങുക. ഉള്ളിലുള്ള എല്ലാ വേണ്ടാത്ത ചിന്തകളും പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ പൊങ്ങി വരും. ഇതിനെ മറികടക്കുക എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു വിജയം. അതിൽ വിജയിച്ചവരാണ് ഗോപികമാര്.